സംസ്ഥാനത്തെ യുവജനതയോട് സർക്കാരിന്റെ ഇരട്ടത്താപ്പ്. സർക്കാർ സർവീസുകളിൽ തൊഴിൽ ഉറപ്പാക്കേണ്ട PSCയിലെ ക്രമക്കേടുകൾ നടപടി സ്വീകരിക്കാതെ സംസ്ഥാന സർക്കാർ നിയമനം വൈകുന്നതിലും PSCയിലെ ക്രമക്കേടിലും പ്രതികരിക്കാൻ തയ്യാറാകാത്ത മുഖ്യമന്ത്രിയും സെലിബ്രിറ്റികളുമാണ് ഡൽഹിയിൽ അരാജകത്വവാദികളുടെ കലാപ നീക്കത്തിന് പിന്തുണ നൽകിയത് എന്നതാണ് ആക്ഷേപം. MS വീണ ചേരുകയാണ്. വീണ, അത് നമ്മൾ ഇനി എടുത്തു പറയേണ്ടതല്ല, പൊതുസമൂഹം തിരിച്ചറിഞ്ഞ കാര്യം തന്നെയാണല്ലേ. അതായത് VD സതീശന്റെ മൂക്കിൻ തുമ്പത്താണ് PSC റാങ്ക് ഹോൾഡേഴ്സ് സമരം ചെയ്യുന്നതും അവർ മണ്ണ് വാരി തിന്നതുമൊക്കെ. പക്ഷേ നേരത്തെ AP അനിൽകുമാർ പറഞ്ഞതുപോലെ 2 മാസമായി അധികാരത്തിൽ ഏറിയിട്ട്, പക്ഷേ അവർ ഈ PSC റാങ്ക് ഹോൾഡേഴ്സിനെ ഒന്ന് തിരിഞ്ഞു നോക്കിയോ എന്ന് ചോദിച്ചാൽ അതിന് കൃത്യമായി നോ എന്ന് തന്നെയാണ് ഉത്തരം. പക്ഷേ രാജ്യതലസ്ഥാനത്തേക്ക് വെച്ച് പിടിച്ചു അല്ലെ. അപ്പോ എന്താണ് വീണ, PSC റാങ്ക് ഹോൾഡേഴ്സും ഈ ആക്ഷേപങ്ങൾ തന്നെയാണല്ലോ ഉന്നയിക്കുന്നത്. തീർച്ചയായും രാഖി ഗൗതം, കാരണം സംസ്ഥാനത്ത് നിരവധി ജനങ്ങളെ ബാധിക്കുന്ന നിരവധി വിഷയങ്ങളുണ്ട്. അതിൽ കുറേ ദിവസങ്ങൾ നമ്മൾ കണ്ട വിഷയമാണ് ഈ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട വിഷയം. പിന്നീട് കണ്ടതാണ് ഈ LPSC റാങ്ക് ഹോൾഡേഴ്സ് അടക്കം സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ വന്ന് പ്രതിഷേധിക്കുന്നവർ ഗതികെട്ടാണ് മണ്ണ് വാരി തിന്നുകൊണ്ട് പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ സർക്കാർ അധികാരമേറ്റിട്ട് 2 മാസം പൂർത്തിയായതേ ഉള്ളൂ. പക്ഷേ ഇത്തരത്തിൽ ജനകീയമായിട്ടുള്ള യുവജനങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവർ നിരന്തരമായി അഭിമുഖീകരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും കൃത്യമായി നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രിക്ക് തീരെ സമയമില്ല എന്നുള്ളൊരു വിമർശനം കൂടിയാണ് ഉയരുന്നത്. മറ്റു പല വിഷയങ്ങൾക്കുമാണ് മുഖ്യമന്ത്രി കൂടുതൽ പ്രാധാന്യം നൽകുന്നത് എന്നുള്ളതാണ്. ഒരു സ്വകാര്യ പരിപാടിക്ക് പങ്കെടുക്കാനായിട്ടാണ് ഡൽഹിയിൽ മുഖ്യമന്ത്രി പോയതെന്നാണ് ആദ്യം പറഞ്ഞത്. പിന്നീട് അത് ഡൽഹിയിൽ അരാജകത്വത്തിന് വേണ്ടി കലാപത്തിന് മുറവിളി കൂട്ടുന്നവർക്ക് പിന്തുണ നൽകുന്നതിന് കുട പിടിക്കുന്ന ഒരു സമീപനം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ട്. അപ്പം തന്നെ സിനിമാ താരങ്ങളടക്കമുള്ള നിരവധി സെലിബ്രിറ്റികൾ ഈ ഒരു വിഷയത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയ ക്യാമ്പയിനും എന്തിനും അവിടെ തന്നെ എത്തി വലിയ തരത്തിലുള്ള ഇത്തരത്തിലുള്ള കലാപങ്ങൾക്ക് പിന്തുണ നൽകുകയും ഘോരഘോരമായിട്ടുള്ള പ്രസംഗം നടത്തുകയും ഒക്കെ ചെയ്തു. പക്ഷേ സംസ്ഥാനത്തെ യുവജനങ്ങൾ, അത് ലക്ഷോപലക്ഷം വരുന്ന യുവജനങ്ങൾ, അവർ വർഷങ്ങളായി PSCയിൽ ഒരു നിയമനം ലഭിക്കുന്നതിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്നവരാണ്. ഉറക്കവും ഒഴിച്ചൊക്കെ അവർ കഷ്ടപ്പെട്ടുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. പല ലിസ്റ്റുകളിലും റാങ്ക് ലിസ്റ്റിലടക്കം പേര് വന്നിട്ട് പോലും നിയമനം വൈകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടരെ ക്രമക്കേടുകൾ ഉണ്ടാകുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഈ ഒരു ആസൂത്രണ ബോർഡിൽ ഉണ്ടായ ക്രമക്കേട്. പിന്നീട് നടന്ന ഒരു പരീക്ഷയിലെ ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് അത് റദ്ദാക്കുന്ന ഒരു സാഹചര്യം. ഇത്തരത്തിൽ PSCയുടെ വിശ്വാസ്യതയും നിലനിൽപ്പിനെയും ചോദിക്കുന്ന തരത്തിൽ വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ തുടരെ ഉണ്ടാകുമ്പോൾ അത് വലിയ തരത്തിൽ യുവജനങ്ങളുടെ ഭാവിയടക്കം ആശങ്കയിലാക്കുന്ന തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ അതിലൊന്നും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ഗതികെട്ടുകൊണ്ടാണ് അവർ ഇപ്പോഴും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇന്ന് 20-ാം ദിവസം ആവുകയാണ്. അവർ സമരം ശക്തമാക്കുമെന്നാണ് പറയുന്നത്. ഇത്തരത്തിലുള്ള കലാപ നീക്കത്തിന് നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങളെ, ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വന്തം സംസ്ഥാനത്തെ, ആ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയും ആ സംസ്ഥാനത്തെ ജനങ്ങൾ, അതായത് സിനിമാ താരങ്ങളാണെങ്കിൽ പോലും തങ്ങളുടെ തൊട്ടടുത്ത് നടക്കുന്ന തങ്ങളുടെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകാതെ എന്തുകൊണ്ടാണ് മറ്റ് വിഷയങ്ങൾക്ക് ഇത്ര പ്രാധാന്യം നൽകുന്നതെന്നുള്ളൊരു ആക്ഷേപവും വിമർശനവുമാണ് ഉയരുന്നത്. അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ലക്ഷ്യമുണ്ടോ എന്ന് കൂടി ഉയരുന്നൊരു, മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾ, സ്വാർത്ഥ താല്പര്യങ്ങൾ കൂടി ശക്തമാകുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിമർശനങ്ങൾ ഉയർന്ന ഘട്ടം കൂടിയാണ്. എന്തായാലും മുഖ്യമന്ത്രി ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ടുള്ള ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല. അവർ വീണ്ടും വിദ്യാഭ്യാസ മന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ഈ റാങ്ക് ഹോൾഡേഴ്സ് അടക്കം നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇത്തരത്തിൽ ഈ ഒരു സർക്കാരിന്റെ ഇരട്ടത്താപ്പ് അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതിനെതിരെയാണ് വ്യാപകമായിട്ടുള്ളൊരു വിമർശനവും ഉയരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കാൻ തന്നെയാണ് അവരുടെ തീരുമാനം. മാത്രമല്ല സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂല തീരുമാനം ഉണ്ടാകുന്നത് വരെ പിന്നോട്ട് പോകില്ല ഒരു ഉറച്ച തീരുമാനത്തിൽ തന്നെയാണ് റാങ്ക് ഹോൾഡേഴ്സ്. ഈ PSC നിയമനം വൈകുന്നു, ഒപ്പം തന്നെ ഈ ക്രമക്കേടിൽ യാതൊരു മിണ്ടാട്ടവും ഇല്ല നമ്മുടെ സർക്കാരിന് എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള ഇരട്ടത്താപ്പാണ് ഈ വിഷയത്തിൽ പുലർത്തുന്നത്. യുവതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നു എന്നാണ് പറയുന്നത്. അണ്ട് സെക്രട്ടേറിയറ്റിൽ നടക്കുന്ന ഒരു വിഷയത്തിൽ ഒരിടപെടലും ഇവിടെ ഉണ്ടാകുന്നില്ല. നേരെ ഡൽഹിക്ക് വെച്ചുപിടിക്കുകയാണ്. SVയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.